ശോഭാ സുരേന്ദ്രനെ കോർ കമ്മിറ്റിയിൽ തിരിച്ചെടുത്ത് ബി.ജെ.പി. കമ്മിറ്റിയിൽ വനിതാ പ്രാതിനിധ്യം വേണമെന്ന കേന്ദ്ര നിർദ്ദേശത്തെ തുടർന്നാണ് തീരുമാനം. ശോഭാ സുരേന്ദ്രന്റെ ആലപ്പുഴയിലെ പ്രകടനം തിരിച്ചുവരവിന് സഹായകമായി. കെ.എസ്. രാധാകൃഷ്ണനെയും കോർ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വിവരങ്ങൾ വി.എസ്. രഞ്ജിത്ത് നൽകും. രഞ്ജിത്ത്, ഇപ്പോൾ ശോഭാ സുരേന്ദ്രന് തിരിച്ചുവരവ് ഇവിടെ കേന്ദ്ര നേതൃത്വം ഇടപെട്ടുകൊണ്ടാണ്. സംസ്ഥാന നേതൃത്വത്തിന് അത്ര താല്പര്യമുള്ള കാര്യവുമാകില്ല. എങ്ങനെയാണ് തീരുമാനത്തിലേക്ക് എത്തുന്നത്? സ്മൃതി, 2020 കെ സുരേന്ദ്രൻ സംസ്ഥാന അധ്യക്ഷനാവുന്ന ഘട്ടത്തിലാണ് ശോഭാ സുരേന്ദ്രൻ കോർ കമ്മിറ്റിയിൽ നിന്ന് പുറത്താവുന്നത്. അതുവരെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്ന ശോഭാ സുരേന്ദ്രനെ കെ സുരേന്ദ്രൻ സംസ്ഥാന ഉപാധ്യക്ഷയാക്കുകയും കോർ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്താതിരിക്കുകയും ചെയ്തു. അതേസമയം തന്നെ അന്ന് സംസ്ഥാന ഉപാധ്യക്ഷനായിരുന്ന രാധാകൃഷ്ണനെ കോർ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തുകയും ചെയ്തിരുന്നു. ശോഭാ സുരേന്ദ്രൻ ഇതിൽ പ്രതിഷേധിച്ച് കഴിഞ്ഞ കുറേ നാളുകളായി പാർട്ടിയുമായി അകന്നു കഴിയുകയും പിന്നീട് തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ പാർട്ടിയോട് സഹകരിക്കുകയും ചെയ്തു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴയിൽ നിന്ന് വലിയ മിന്നും പ്രകടനമാണ്. പാർട്ടിക്കൊരു വലിയ അടിത്തറയില്ലാത്ത ആലപ്പുഴയിൽ വലിയ പ്രകടനം കാഴ്ചവെക്കാൻ ശോഭാ സുരേന്ദ്രന് സാധിക്കുകയും ചെയ്തു. ശോഭാ സുരേന്ദ്രനെ പാർട്ടിയിൽ സജീവമായി പരിഗണിക്കണമെന്നും അവർ അവഗണിക്കപ്പെടുകയാണ് എന്നുള്ള അവരുടെ തോന്നൽ അല്ലെങ്കിൽ അവരുടെ പരാതി പരിഹരിക്കണം എന്നുള്ള നിർദ്ദേശം കേന്ദ്രത്തിൻ്റെ ഭാഗത്തുനിന്ന് വന്നു. അതുമാത്രമല്ല, കോർ കമ്മിറ്റിയിൽ ഒരു വനിതാ പ്രാതിനിധ്യം ബി.ജെ.പിക്ക് ഉണ്ടായിരുന്നില്ല. മുൻ അധ്യക്ഷന്മാരും സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരും ഉൾപ്പെടുന്ന കോർ കമ്മിറ്റിയിൽ അങ്ങനെ വനിതാ പ്രാതിനിധ്യം ഇല്ലാത്തതിനുള്ള പ്രശ്നവും കേന്ദ്ര നേതൃത്വം ഉന്നയിച്ചിരുന്നു. അതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിലാണ് 4 വർഷത്തിനു ശേഷം ശോഭാ സുരേന്ദ്രൻ കോർ കമ്മിറ്റിയിലേക്ക് തിരിച്ചെത്തുന്നത്. ഒപ്പം ഇപ്പോൾ സംസ്ഥാന ഉപാധ്യക്ഷനായിട്ടുള്ള കെ.എസ്. രാധാകൃഷ്ണനെയും സംസ്ഥാന കോർ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്താനും വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. ഇന്ന് എറണാകുളത്ത് നടന്ന യോഗത്തിൽ ബി.എൽ. സന്തോഷ് ഉൾപ്പെടെ പങ്കെടുത്ത യോഗത്തിൽ ശോഭാ സുരേന്ദ്രനും പങ്കെടുത്തിരുന്നു. ശോഭാ സുരേന്ദ്രൻ കോർ കമ്മിറ്റി അംഗമായി മാറുന്നത് ഒരു വനിതാ നേതാവ് എന്ന രീതിയിൽ ബി.ജെ.പിക്കകത്ത് അവർ നടത്തിയ വലിയ പോരാട്ടത്തിനും ഫൈറ്റിനും ഇടയിൽ അവസാനമാണ് ഇപ്പോൾ കോർ കമ്മിറ്റിയിലേക്ക് ശോഭാ സുരേന്ദ്രൻ വീണ്ടും എത്തുന്നത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴയിൽ നടത്തിയ മിന്നും പ്രകടനമാണ് ശോഭാ സുരേന്ദ്രന് ഇതിലേക്ക് വഴി എളുപ്പമാക്കിയത്. ശോഭാ സുരേന്ദ്രനെ കോർ കമ്മിറ്റിയിലേക്ക് തിരിച്ചെടുത്തിരിക്കുന്നു. ഇതിനുശേഷമുള്ള ഒരു പ്രതികരണം നമുക്ക് ലഭ്യമാകുന്നുണ്ടോ രഞ്ജിത്ത്? സ്മൃതി, ഈ ഘട്ടത്തിൽ പ്രതികരണം ലഭ്യമായിട്ടില്ല. ശോഭാ സുരേന്ദ്രനാണെങ്കിൽ അവരെ പാർട്ടിയിൽ പരിഗണിക്കുന്നില്ല എന്നുള്ള പരാതി നിരന്തരം ഉന്നയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവർ നല്ല പ്രകടനം കാഴ്ചവെച്ച ശേഷവും അവർക്ക് മാന്യമായ രീതിയിൽ ഒരു പരിഗണന നൽകാൻ പാർട്ടി നേതൃത്വം ഇടപെട്ടിരുന്നില്ല. ദേശീയ തലത്തിലേക്ക് അവരുടെ പേരുകൾ പരിഗണിക്കപ്പെടും എന്ന രീതിയിലുള്ള പ്രചാരണം ഉണ്ടായിരുന്നു. മാത്രവുമല്ല, ഇപ്പോൾ പാർട്ടിയെ സംബന്ധിച്ച് ഈ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ നടക്കുന്ന ഘട്ടമാണ്. അതിനുശേഷം ഇപ്പോൾ പാർട്ടിയിൽ സംഘടനാ തെരഞ്ഞെടുപ്പ് വരും. കീഴ്ഘടകം മുതൽ സംസ്ഥാന അധ്യക്ഷൻ വരെയുള്ള അല്ലെങ്കിൽ ദേശീയ അധ്യക്ഷൻ വരെയുള്ള ഘടകങ്ങളിൽ സംഘടനാ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. സ്വാഭാവികമായിട്ടും സംഘടനാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് ശോഭാ സുരേന്ദ്രനൊക്കെ പരിഗണിക്കപ്പെടേണ്ടതാണ്. അപ്പോൾ ഈ ഘട്ടത്തിൽ ശോഭാ സുരേന്ദ്രനെ അവഗണിച്ചു എന്നൊരു ചീത്തപ്പേര് ഇല്ലാതിരിക്കുക എന്നതുകൂടി സംസ്ഥാന നേതൃത്വത്തിന് ഇപ്പോൾ വഴങ്ങിക്കൊടുക്കാനുള്ള കാരണമായി നമുക്ക് സൂചിപ്പിക്കാവുന്നതാണ്. കാരണം ശോഭാ സുരേന്ദ്രനെ പരിപൂർണമായി ഇനി അവഗണിച്ചാൽ അത് അണികൾക്കിടയിൽ വലിയ എതിർപ്പിനിടയാക്കും. കാരണം ശോഭാ സുരേന്ദ്രൻ നേതാവ് എന്ന രീതിയിലും സ്ഥാനാർത്ഥി എന്ന രീതിയിലുമൊക്കെ പ്രൂവ് ചെയ്തതുകൊണ്ട് തന്നെ അവരെ മാറ്റി നിർത്തുന്നു എന്നുള്ളത് സംസ്ഥാന നേതൃത്വത്തിനുള്ള വലിയ ചീത്തപ്പേരായി അവശേഷിക്കുമായിരുന്നു. അതുകൊണ്ടാണ് ശോഭാ സുരേന്ദ്രനെ ഈ ഘട്ടത്തിൽ പാർട്ടിയിൽ കോർ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്താൻ വേണ്ടി തീരുമാനിച്ചത്. ശോഭാ സുരേന്ദ്രനൊപ്പം കെ സുരേന്ദ്രനൊപ്പം നിൽക്കുന്ന കെ.എസ്. രാധാകൃഷ്ണനെ കൂടി ഈ കോർ കമ്മിറ്റിയിലേക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഏതായാലും 4 വർഷത്തെ ഇടവേള ശോഭാ സുരേന്ദ്രൻ ഈ പാർട്ടിയുടെ നിർണായക തീരുമാനങ്ങൾ എടുക്കുന്ന കോർ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്താൻ അവർക്ക് വേണ്ടി വന്നു എന്നുള്ളതാണ്. സംസ്ഥാന ഉപാധ്യക്ഷമായി മാത്രം ചുരുക്കപ്പെടുകയും പാർട്ടിയുടെ ഭാരവാഹി യോഗത്തിൽ മാത്രം പങ്കെടുക്കുകയും ചെയ്തിരുന്നു ശോഭാ സുരേന്ദ്രൻ. ആ കോർ കമ്മിറ്റിയിൽ നിന്ന് മാറ്റിവെക്കപ്പെട്ട സമയത്ത്, അവരെ ഒഴിച്ചു നിർത്തിയ സമയത്ത് വലിയ തോതിലുള്ള പ്രതിഷേധം പാർട്ടി സംസ്ഥാന അധ്യക്ഷനെതിരെ പോലും പരസ്യമായി വിമർശനങ്ങൾ ഉന്നയിക്കാനും മാധ്യമങ്ങൾക്ക് മുന്നിൽ പൊട്ടിക്കരയാനും ഒക്കെ ഇടയാക്കുന്ന തരത്തിൽ ശോഭാ സുരേന്ദ്രൻ
വലിയ വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നു. പാർട്ടിക്കെതിരെ പരസ്യമായ നിലപാടുകൾ സ്വീകരിച്ചിരുന്നു. പാർട്ടിയോട് ഇടഞ്ഞ് പല യോഗങ്ങളിലും അവർ പങ്കെടുത്തിരുന്നില്ല. ഏറ്റവും ഒടുവിൽ ഈ തെരഞ്ഞെടുപ്പിനോട് അടുത്ത ഘട്ടത്തിലാണ് പല യോഗങ്ങളിലും അവർ പങ്കെടുക്കുകയും സംസ്ഥാന ഉപാധ്യക്ഷ എന്ന രീതിയിൽ ഭാരവാഹി യോഗങ്ങളിൽ പങ്കെടുക്കാൻ തുടങ്ങുകയൊക്കെ ചെയ്തത്. അങ്ങനെയാണ് ആലപ്പുഴയിൽ സ്ഥാനാർത്ഥിത്വം ലഭിക്കുന്നത്. ആ സ്ഥാനാർത്ഥിത്വം അവർ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തുകയും പാർട്ടിയിൽ ഏറ്റവും മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ച മണ്ഡലങ്ങളിൽ ഒന്നായി ആലപ്പുഴ അപ്രതീക്ഷിതമായ മുന്നേറ്റം ഉണ്ടാക്കുകയും ചെയ്തു. ഈ ഘട്ടത്തിലാണ് പാർട്ടിക്ക് അവരെ തീർത്തും ഒഴിവാക്കി നിർത്താൻ പറ്റില്ല എന്നൊരു തോന്നലുണ്ടാക്കിയത്. അങ്ങനെയാണിപ്പോൾ ഒരു തിരിച്ചുവരവ് ശോഭാ സുരേന്ദ്രന് സാധ്യമാകുന്നത് എന്നുള്ളതാണ്. ഒരു വനിതാ നേതാവ് എന്ന രീതിയിൽ പാർട്ടിക്കുള്ളിൽ അവർ നയിച്ചിട്ടുള്ളൊരു പോരാട്ടം അല്ലെങ്കിൽ പാർട്ടിക്കുള്ളിൽ അവർ നയിച്ച പ്രതിഷേധം അതെടുത്തു പറയേണ്ടതാണ്. കാരണം പല ഘട്ടങ്ങളിലും ഇത്തരത്തിൽ പ്രതിഷേധം ഉയർത്തുന്നവർ പാർട്ടിക്ക് പുറത്തേക്ക് പോവുക എന്നല്ലാതെ പാർട്ടിക്കകത്തേക്ക് പൂർവാധികം ശക്തിയോടുകൂടി തിരിച്ചു വരുന്നത് അത്രമേൽ സംഭവിക്കാറില്ല. അങ്ങനെ സംഭവിക്കാതിരിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഇത്തരത്തിൽ പാർട്ടി പ്രതിഷേധങ്ങൾ ഉണ്ടാകുമ്പോൾ അവർ പാർട്ടിക്ക് വിമതരായി മാറുകയാണ് ചെയ്യാറുള്ളത്. അങ്ങനെ പാർട്ടിക്ക് പുറത്തേക്കുള്ള വഴി അവർക്ക് തുറന്നു കിട്ടുകയും ചെയ്യാറുണ്ട്. ഈ ഘട്ടത്തിൽ പക്ഷേ ശോഭാ സുരേന്ദ്രൻ കെ സുരേന്ദ്രനെതിരെ പരസ്യ നിലപാടുകൾ സ്വീകരിച്ചിട്ടും പരസ്യ പ്രസ്താവനകൾ നടത്തിയിട്ടും എല്ലാം അവർ പാർട്ടിക്കുള്ളിൽ തന്നെ നിൽക്കുകയും പാർട്ടിക്കകത്ത് അവർ ഉറച്ചു നിൽക്കുകയും ചെയ്തു. അങ്ങനെ അവർ ഇപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന അതേ ശക്തിയോടുകൂടി കോർ കമ്മിറ്റിയിലേക്ക്, പാർട്ടിയുടെ ഏറ്റവും നിർണായകമായ തീരുമാനങ്ങൾ എടുക്കുന്ന കോർ കമ്മിറ്റിയിലേക്ക് തിരിച്ചു വരികയും ചെയ്യുന്നു എന്നുള്ളതാണ്.